Expop Tech എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എങ്ങനെ കളർഫുൾ ഫോട്ടോ ആക്കി മാറ്റാം എന്നതിനെക്കുറിച്ചാണ്. ഇത് നിങ്ങൾക്ക് ഏത് ഹാൻഡ്സെറ്റ് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് ഹാൻഡ്സെറ്റും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് ഞാൻ ഒരു വെബ്സൈറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഫോട്ടോകൾ നിങ്ങൾക്കിനി ഒരു നല്ല പുതിയ കളർഫുൾ ഫോട്ടോ ആക്കി മാറ്റാം. നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ സൈറ്റിൻ്റെ നെയിം അൽഗോരിതം എന്നാണ്. അൽഗോരിതം എന്നാണ് ഈ സൈറ്റിൻ്റെ നെയിം. ഓക്കെ, ഇവിടെ കാണുന്ന ഫസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ലോഡാവും. ഓക്കെ, ഇവിടെ ഇതാണ് സൈറ്റ്. നമ്മളിപ്പോൾ സൈറ്റിലെത്തിയിരിക്കുകയാണ്. ഇവിടെ സൈറ്റിൽ നമുക്ക് കാണാം അപ്ലോഡ് എന്ന ഓപ്ഷൻ കാണാം. ഇനി ഇതിനെക്കുറിച്ച് കുറേ ഡീറ്റെയിൽസ് ഇവിടെ താഴേക്ക് നമുക്ക് കാണാം. ഓക്കെ, ഇനി ഞാൻ ഇവിടെ അപ്ലോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ അപ്ലോഡ് ചെയ്താൽ കാണാം ഏതാണ് ഡോക്യുമെൻറ്റ്. ഓക്കെ, ഞാൻ ഗാലറി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഗാലറീസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഗാലറി ക്ലിക്ക് ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഇവിടുന്ന് എൻ്റെ കയ്യിലുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഞാനിനി കണ്ടില്ല, ഈ കുതിരയുടെ ഫോട്ടോ ഞാൻ കളർഫുൾ ഫോട്ടോ ആക്കി മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇത് ലോഡ് ചെയ്യുകയാണ്, കുറച്ച് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ലോഡിംഗ് ആണ്, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇതുപയോഗിച്ച് നമുക്ക് ഈസിയായി തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളർഫുൾ ഫോട്ടോ ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം, മാത്രമേ ഉള്ളൂ. നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ്. ഓക്കെ, വന്നിരിക്കുകയാണ്, കണ്ടില്ലേ. ഇതുപോലെ നിങ്ങൾക്ക് കാണാം ആഫ്റ്റർ ബിഫോർ എന്നൊരു ഇതിവിടെ കാണാം. അതിൻ്റെ അടിയിൽ കാണാം നമുക്ക് ഒറിജിനലായിട്ട് ഇത് ഫുൾ സൈസോടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഞാനതൊന്ന് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, വളരെ കണ്ടില്ലേ, വളരെ മനോഹരമായി തന്നെ നമ്മളിത് ചെയ്തിരിക്കുകയാണ്.